ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. മഹാദേവ ക്ഷേത്രത്തിൽ അർദ്ധരാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി പിതൃകർമ്മങ്ങൾ ആരംഭിച്ചത്. കുംഭമാസത്തിലെ അമാവാസി ദിവസമായതിനാൽ ചൊവ്വാഴ്ചയും ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാകും. ആലുവ മഹാശിവരാത്രി നാളിൽ ഉപവസിച്ചും ഉറക്കമൊഴിഞ്ഞും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ജനലക്ഷങ്ങൾ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തി പിതൃമോക്ഷ പുണ്യത്തിന്റെ സായുജ്യമടഞ്ഞു. മഹാദേവ ക്ഷേത്രത്തിൽ അർദ്ധരാത്രി ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി പിതൃകർമ്മങ്ങൾ തുടങ്ങിയതെങ്കിലും പുഴയോരത്തെ ബലിത്തറകളിൽ വൈകിട്ട് തന്നെ തർപ്പണം ആരംഭിച്ചു. കുംഭത്തിലെ അമാവാസി ദിനമായ ചൊവ്വാഴ്ച രാവിലെ വരെ ഇത് തുടരും. ദേവസ്വം ബോർഡ് 116 ബലിത്തറകൾ ഒരുക്കിയിരുന്നു. ഇവിടെ 300ഓളം പുരോഹിതന്മാർ പിതൃകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രകർമ്മങ്ങൾക്ക് തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും ഒരു മാസം കൂടി ഉണ്ടാകും. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ആയിരങ്ങൾ ബലിയിട്ടു. ന്യൂസ് ബ്യൂറോ, ആലുവ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,